UDF സഹകരിപ്പിച്ചില്ലെങ്കിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നതിൽ സംശയമില്ലെന്ന് മുൻ MLA കൂടിയായ PV അൻവർ വ്യക്തമാക്കുകയാണ്. ഷൗക്കത്ത് എങ്ങനെ UDF സ്ഥാനാർത്ഥിയായി എന്നതും VD സതീശനെ കുഴിയിൽ ചാടിച്ചവരെ കുറിച്ചെല്ലാം ആ ഘട്ടത്തിൽ താൻ പറയുമെന്നും അൻവർ ആഞ്ഞടിക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു PV അൻവർ. ഷൗക്കത്തുമായി വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ പിണറായി സർക്കാരിനെ താഴെയിറക്കുക എന്ന ഇപ്പോൾ ഏറ്റെടുത്തിട്ടുള്ള ലക്ഷ്യത്തിന് അതൊരു തടസ്സമേ അല്ല. അത് മറ്റൊരു വിഷയം കൂടിയാണ്. അത് വേണമെങ്കിൽ തുറന്നു പറയുമെന്നും അൻവർ വ്യക്തമാക്കുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പോ ശേഷമോ ആകാം ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് താൻ തുറന്നു പറച്ചിൽ നടത്തുമെന്നും അൻവർ കൂട്ടിച്ചേർത്തിട്ടുള്ളത്. K. സുധാകരൻ, രമേശ് ചെന്നിത്തല, K. മുരളീധരൻ തുടങ്ങിയ കോൺഗ്രസിന്റെ ഉന്നതരായ നേതാക്കൾ ബന്ധപ്പെടുന്നുണ്ട് ഇതിൽ. കോഴിക്കോട് DCC നേതൃത്വം ബന്ധപ്പെടുകയും ചെയ്തു. ലീഗ് നേതാക്കളും ചർച്ച നടത്തുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ സാധിക്കും? PV അൻവർ നഗ്നനായി നടക്കുകയാണ്. അഴിച്ചുവെച്ച മുണ്ടും ഷർട്ടും ധരിക്കണം. മറ്റ് മാന്യതകളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. KC വേണുഗോപാലിൽ മാത്രമാണ് ഇനി പ്രതീക്ഷയുള്ളത്. അദ്ദേഹവുമായി വിഷയത്തിൽ ഇതുവരെ സംസാരിച്ചിട്ടില്ല. അൻവറിനെ സഹകരിപ്പിക്കുന്നതിൽ സംബന്ധിച്ച് സതീശനെ UDF ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം അക്കാര്യം പ്രഖ്യാപിക്കുന്നുമില്ല. സതീശനുമായി എനിക്ക് രാഷ്ട്രീയ ബന്ധം വളരെ കുറവാണ്. കൂട്ടത്തിൽ കൂട്ടാനേ പറ്റാത്ത ചൊറിയും ചൊരുങ്ങും പിടിച്ച ഒരുത്തനാണോ ഞാനെന്നും KC വേണുഗോപാലിനോട് ചോദിക്കും. ഷൗക്കത്ത് എങ്ങനെ സ്ഥാനാർത്ഥിയായി എന്നും എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയായി എന്നും അൻവറിനെ എന്തുകൊണ്ട് സതീശൻ പ്രഖ്യാപിക്കാത്തത് എന്നും എനിക്കറിയാം. ഞാനിപ്പോൾ പറഞ്ഞ് കുളം കലക്കുന്നില്ല. വസ്തുതകൾ വെച്ച് സംസാരിക്കും കേരളത്തിലെ ജനങ്ങളോട്. കേരളത്തിലെ വലിയൊരു വിഭാഗം ഈ സർക്കാരിനെ താഴെ ഇറക്കാൻ പട്ടിണി കിടന്ന് പ്രവർത്തിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാകാൻ പാടില്ലെന്ന് പറഞ്ഞതെന്നും പറയേണ്ട ഘട്ടത്തിൽ വിശദീകരിക്കാം. സതീശനെ ആരാണ് പറ്റിച്ചതെന്നും എങ്ങനെ പറ്റിച്ചതെന്നും പറയും. പ്രതിപക്ഷ നേതാവ് മാത്രമല്ല ഇതിൽ കുറ്റക്കാരൻ. അദ്ദേഹത്തെ ഈ കുഴിയിൽ ചാടിച്ച 1-2 ആളുകളുണ്ട്. അത് നിലമ്പൂരിലെ ജനങ്ങളോട് പറയും. അൻവർ വ്യക്തമാക്കിയിട്ടുണ്ട്.